ഇന്ന് വെള്ളിയാഴ്ച ആയിട്ട് പിന്നെ പപ്പായ കറിയും പപ്പായ കറിയാണ്. പപ്പായ കറി വെക്കുക. പപ്പായ അരിഞ്ഞിട്ട് മുളകും മഞ്ഞളും ഇട്ടുകൊണ്ട് പുളി ഒഴിച്ചുകൊണ്ട് തേങ്ങ അരച്ച് വെച്ച പപ്പായ കറി വെക്കാനായിട്ട് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങൾ കുക്കറിൽ ഇട്ട് കൊടുക്കുക. 2 പച്ചമുളക് കീറിയതിട്ട് കൊടുക്കുക. ഒരു ചെറിയ കുഞ്ഞി തക്കാളി മുറിച്ചിട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിവെള്ളം പിഴിഞ്ഞത്, പുളിവെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ ഒരു വിസിലിന് അടുപ്പത്ത് വെക്കുക. പപ്പായ വെന്ത് വരുമ്പോഴത്തേന് പിന്നെ ഒരു തേങ്ങ ചിരകിയത് മിക്സിക്ക് ഇട്ടുക. ഇത്തിരി ചെറിയ ജീരകം, 2 ചെറിയ ഉള്ളി ഒക്കെ ഇട്ടുകൊണ്ട് നല്ല പേസ്റ്റ് പോലെ അരക്കുക. പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അപ്പൊ നമ്മളെ പപ്പായ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങ അരച്ചത് വെച്ചുകൊണ്ട് കറിവെക്കുക. ഒരു ഗ്ലാസ് വെണ്ടക്ക മുളകിടും, ഗ്ലാസ് 2-3 തക്കാളി ചെറുതായിട്ട് മുറിച്ചത്, 2 പച്ചമുളക്, കുറച്ച് ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് കല്ലുപ്പ്, 2 ടീസ്പൂൺ മുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി പിഴിഞ്ഞത് വെക്കുക. വെണ്ടക്ക അടുപ്പിൽ വെച്ചിട്ട് തിളച്ച് വന്നിട്ട് വെണ്ടക്ക ഇട്ട് കൊടുക്കുക. അപ്പൊ നമ്മൾ കലക്കി വെച്ച് തിളച്ച് വന്നിട്ടുണ്ട്. എല്ലാം തിളച്ച് വരുമ്പോൾ വെണ്ടക്ക മുറിച്ചതായി കിട്ടുന്നുണ്ട് ഇളക്കി കൊടുക്കും. അപ്പൊ രണ്ടും കൂടി ഒന്ന് തിളച്ചാൽ വെണ്ടക്ക മുളകിട്ടത് റെഡിയായി. അപ്പൊ നമ്മളെ വെണ്ടക്ക ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വെണ്ടക്ക ഒന്ന് വറവിടും. ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ കടുകിടാം. കടുക് വെട്ടിയിട്ട് കറിവേപ്പിൻ്റെ ഇട്ടിട്ട് പിന്നെ വെണ്ടയ്ക്ക് താളിക്കുക. ഇപ്പൊ റെഡി ആയിട്ടുണ്ട് വെണ്ടക്ക. അപ്പൊ നമ്മളെ പപ്പായ കറിയും വെണ്ടക്കയും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. താളിച്ച് വെച്ച് പിന്നെ ബീഫാണിത്. വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടുകൊണ്ട് വിറകടുപ്പിൽ മൺചട്ടിയിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് വെന്ത് വരുന്ന ബീഫാണ്. ഇവനാണ് ഇന്നത്തെ താരം. വെള്ളിയാഴ്ച ബീഫ് ഇല്ലെങ്കിൽ ദീനുൽ ഇസ്ലാം എന്ന് പുറത്താന്നല്ലേ പറഞ്ഞിരിക്കണത്. അപ്പൊ ബീഫ് ഇല്ലാതെ എന്ത് വെള്ളിയാഴ്ച. പപ്പായ കറി, പിന്നെ വെണ്ടക്ക മുളകിട്ടത്, ഇനി നമ്മളെ ഇതിനോളം കോമ്പിനേഷൻ ഉള്ള ഒരു സാധനമില്ല വെള്ളിയാഴ്ചക്കൊക്കെ. എന്തിനാ പിന്നെ ബിരിയാണി നെയ്ച്ചോറൊക്കെ. ഓക്കെ എന്നാൽ അസ്സലാമു അലൈക്കും.